അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകങ്ങൾ 19, 20, 21. ശ്ലോകം 19. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ച ഉക്തം സമാസദാ മദ്ഭക്ത ഏതത് വിജ്ഞായ മദ്ഭാവായ ഉപപദ്യതേ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദാ മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോ ഉപപദ്യതേ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദാ മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോ ഉപപദ്യതേ. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസദാ മദ്ഭക്ത ഏതദ് വിജ്ഞായ മദ്ഭാവായോ ഉപപദ്യതേ. ഹരേ കൃഷ്ണ പ്രഭു. പദവിച്ഛേദം. ഇതി ഇപ്രകാരം, ക്ഷേത്രം ക്ഷേത്രവും ശരീരവും, തഥാ പ്രകാരം, ജ്ഞാനവും, ജ്ഞേയം ച അറിയപ്പെടേണ്ടതും, സമാസദ സംക്ഷേപിച്ച്, ഉക്തം പറയപ്പെട്ടു, മദ്ഭക്ത എന്റെ ഭക്തൻ, ഏതത് ഇതിനെ, വിജ്ഞായ അറിഞ്ഞിട്ട്, മദ്ഭാവത്തിനായിട്ട് എന്റെ ദിവ്യഭാവത്തെ പ്രാപിക്കാൻ, ഉപപദ്യതേ യോഗ്യനായി പ്രാപിക്കുന്നു. വിവർത്തനം. കർമ്മക്ഷേത്രം ശരീരം, ജ്ഞാനം ജ്ഞേയം എന്നിവയെപ്പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു. എന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കുവാൻ കഴിയും. ഭാവാർത്ഥം. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജിക്ക് ജയ്. ശരീരം, ജ്ഞാനം, ജ്ഞേയം ഇവയെപ്പറ്റി ഭഗവാൻ ചുരുക്കി പ്രതിപാദിച്ചുവല്ലോ എന്ന് 3 വിഷയങ്ങളുടെ സങ്കലനമാണ് ഈ ജ്ഞാനം. അറിയുന്നവൻ, അറിയേണ്ടത്, അറിവിന്റെ പ്രക്രിയ എന്നിവയാണ് ഈ 3 ഘടകങ്ങളുടെ സങ്കലനം. ഇവ 3ഉം ചേരുമ്പോൾ വിജ്ഞാനം അഥവാ ജ്ഞാനശാസ്ത്രമാകുന്നു. പരിപൂർണമായ ജ്ഞാനം ഗ്രാഹ്യമാകുന്നത് വിശുദ്ധ ഭക്തന്മാർക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് അതിന് വേണ്ടുന്ന കഴിവില്ല. അവസാനത്തിൽ ഈ 3 ഘടകങ്ങളും ഏകീഭവിക്കുമെന്ന് അദ്വൈതികൾ പറയുന്നുണ്ടെങ്കിലും ഭക്തന്മാർ ആ വാദം സ്വീകരിക്കുകയില്ല. ജ്ഞാനവും സമ്പാദനവും കൃഷ്ണാവബോധത്തിലൂടെ ആത്മസാക്ഷാത്കാര പ്രക്രിയകളാണ്. ഭൗതിക ബോധമാണ് സാമാന്യേന നമ്മെ നയിക്കുന്നത്. എങ്കിലും കൃഷ്ണന്റെ പ്രവർത്തനങ്ങളിൽ പ്രജ്ഞയെ കേന്ദ്രീകരിക്കുകയും സർവവും കൃഷ്ണൻ തന്നെയാണെന്ന ബോധം ഉണരുകയും ചെയ്യുമ്പോഴേ നമുക്ക് യഥാർത്ഥ ജ്ഞാനം സിദ്ധിക്കുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭഗവത് സേവനത്തെക്കുറിച്ചുള്ള തികഞ്ഞ അറിവിന്റെ പ്രഥമഘട്ടം മാത്രമാണ് ജ്ഞാനം. 15-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായി വിശദീകരിക്കും. ചുരുക്കത്തിൽ മഹാഭൂതാനി എന്ന് തുടങ്ങി ചേതനാധൃതി എന്ന് അവസാനിക്കുന്നത് വരെയുള്ള 6ഉം 7ഉം ശ്ലോകങ്ങൾ ഭൗതിക ഘടകങ്ങളെയും ചില പ്രകടമായ ജീവലക്ഷണങ്ങളെയും വിശകലനം ചെയ്യുന്നവയാണെന്ന് മനസ്സിലാക്കണം. ഇവ കൂടിച്ചേരുമ്പോൾ ശരീരം അഥവാ കർമ്മക്ഷേത്രം ഉളവാകുന്നു. അമാനുത്വം തുടങ്ങിയ തത്വജ്ഞാനാദർശനം വരെയുള്ള 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾ 2 വിധം ക്ഷേത്രജ്ഞന്മാരെ, പരമാത്മാവിനെയും ജീവാത്മാവിനെയും അറിയാൻ ഉതകുന്ന പ്രക്രിയയാണ് വിവരിക്കുന്നത്. അനാദി മത്പരം എന്ന് തുടങ്ങി ഹൃദി സർവസ്യ വിഷ്ടിതം എന്നിവ വരെയുള്ള 15 മുതൽ 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ പരമാത്മാവിനെയും ജീവാത്മാവിനെയും കുറിച്ച് പ്രസ്താവിക്കുന്നു. അങ്ങനെ കർമ്മക്ഷേത്രം ശരീരം, അത് അറിയുന്നതിനുള്ള പ്രക്രിയ, ജീവാത്മാ, പരമാത്മാക്കൾ എന്നീ വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ 3 വിഷയങ്ങളെ കുറിച്ചും വ്യക്തമായി അറിയുവാൻ വിശുദ്ധരായ ഭഗവത് ഭക്തന്മാർക്കേ കഴിയൂ എന്നും ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർക്ക് ഏറ്റവും പ്രയോജനകരമായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അവർക്കാണ് പരമലക്ഷ്യമായ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കുവാൻ കഴിയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭഗവത്ഗീതയുടെ പൊരുൾ ഉൾക്കൊള്ളാനും അതിൽ നിന്ന് അഭികാമ്യമായ ഫലമാർജിക്കാനും മറ്റാർക്കും കഴിവില്ല.
ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 20. പ്രകൃതിം പ്രകൃതിം പുരുഷം പുരുഷം ച ഏവ വിധി അനാദി ഉഭാവപി വികാരാം ച ഗുണാം ച ഏവ വിദ്ധി പ്രകൃതി സംഭവാൻ പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ക്ഷമാജി. പ്രകൃതിയെയും ഉഭാവപി രണ്ടുപേരെയും അനാദി ആദിയില്ലാത്തവരെന്ന് വിദ്ധി നീ അറിയും. വികാരൻ വികാരങ്ങളെയും ഗുണാൻ ഏവ ച പ്രകൃതി സംഭവം ഭൗതിക പ്രകൃതിയിൽ നിന്ന് സംഭവിച്ചവയെന്ന് വിദ്ധി മനസ്സിലാക്കുക. വിവർത്തനം. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. വിവർത്തനം. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. ഭക്തിവേദാന്ത സ്വാമി. ശരീരം, അതായത് ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജീവാത്മാവും പരമാത്മാവും ഇവയെ കുറിച്ച് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഭൗതിക പ്രകൃതിയാൽ നിർമ്മിതമാണ് കർമ്മക്ഷേത്രം എന്ന ശരീരം. അതിൽ കുടികൊണ്ട് ശാരീരിക പ്രവർത്തനങ്ങളെ അനുഭവിക്കുന്ന വ്യക്തിഗത ജീവാത്മാവ് അഥവാ പുരുഷൻ ക്ഷേത്രജ്ഞന്മാരിൽ ഒരാളാണ്. മറ്റൊരു ക്ഷേത്രജ്ഞൻ പരമാത്മാവും. പരംപുരുഷനായ ഭഗവാന്റെ രണ്ടുവിധം പ്രത്യക്ഷ ഭാവങ്ങളാണിവയെന്ന് ഓർക്കണം. ജീവാത്മാവ് ഭഗവാന്റെ ശക്തി വിഭാഗത്തിൽ പെടുമ്പോൾ പരമാത്മാവ് സ്വയം വിസ്തരണത്തിന്റെ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഭൗതിക പ്രകൃതിക്കും ജീവാത്മാവിനും ശാശ്വതത്വമുണ്ട്. സൃഷ്ടിക്ക് മുമ്പ് അവ ഉണ്ടായിരുന്നുവെന്ന് അർത്ഥം. ഭഗവത് ശക്തിയിൽ നിന്നാണ് ഭൗതിക പ്രകൃതി പ്രത്യക്ഷം പ്രവേശിച്ചത്. ജീവാത്മാക്കളും അങ്ങനെ തന്നെ. ജീവസത്തകൾ ശ്രേഷ്ഠ ശക്തിയുടേതാണ്. വിശ്വ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഇവയെല്ലാം ഉണ്ടായിരുന്നു. ഭൗതിക പ്രകൃതി പരംപുരുഷന് മഹാവിഷ്ണുവിൽ ലയിച്ചു കിടന്നു. സമയം വന്നപ്പോൾ മഹത്വത്വത്തിലൂടെ വെളിപ്പെട്ടു. അതുപോലെ ജീവാത്മാക്കളും ഭഗവാനിൽ തന്നെയായിരുന്നു. ജീവസത്തകൾ ബദ്ധരായതുകൊണ്ട് ഭഗവത് സേവനത്തിൽ താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് പരവ്യോമത്തിൽ പ്രവേശനമില്ലായിരുന്നു. ഭൗതിക പ്രകൃതിയുടെ ആവിർഭാവം അവർക്ക് ഭൗതിക പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ആധ്യാത്മിക ലോകത്തിലെ പ്രവേശനത്തിന് കളമൊരുക്കാൻ അവസരം നൽകി. ഇതാണ് ഭൗതിക സൃഷ്ടിയുടെ രഹസ്യം. മൗലികമായി ജീവാത്മാവ് ഭഗവാന്റെ വിഭിന്ന അംശമാണ്. നിഷേധാത്മക സ്വഭാവത്താൽ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടുപോയി. പരമപുരുഷന്റെ ഈ ഉത്കൃഷ്ട സത്തകൾക്ക് ഭൗതിക പ്രകൃതിയുമായി എങ്ങനെ സമ്പർക്കമുണ്ടായി എന്ന് ഇവിടെ ചിന്തിക്കേണ്ടതില്ല. ഇങ്ങനെ എന്തു കാരണം കൊണ്ട് സംഭവിച്ചു എന്നത് ഭഗവാന് മാത്രമേ അറിയാവൂ. ഭൗതിക പ്രകൃതിയുടെ ആകർഷണ വലയത്തിൽ ഉൾപ്പെട്ടവർക്ക് കനത്ത ജീവിത ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന ഭഗവത് വചനം ധർമ്മഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഭൗതിക പ്രകൃതിയുടെ എല്ലാ രൂപാന്തരങ്ങളും സ്വാധീനതകളും ത്രിഗുണങ്ങളും ഭൗതിക പ്രകൃതിയുടെ തന്നെ സൃഷ്ടിയാണെന്ന് ഇവിടെ ചേർത്ത ഏതാനും ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കണം. ജീവസത്തകളുടെ വൈവിധ്യവും രൂപാന്തരങ്ങളും ശരീര സംബന്ധികൾ ആക്കാം. ചേതനയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജീവസത്തകളും ഒന്ന് തന്നെ. ശ്ലോകം 21. കാരണ കർത്തൃത്വേ ഹേതു
പ്രകൃതി പ്രകൃതി ഉച്യതേ ഉച്യതേ പുരുഷ സുഖദുഃഖാനാം സുഖദുഃഖാനാം ഭോക്തൃത്വേ ഭോക്തൃത്വേ ഹേതു ഹേതു ഉച്യതേ ഉച്യതേ കാര്യകാരണകർതൃത്വേ കാര്യകാരണകർതൃത്വേ ഹേതു പ്രകൃതിരുച്യതേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ ഭോക്തൃത്വേ ഹേതുരുച്യതേ കാര്യകാരണകർതൃത്വേ കാര്യകാരണകർതൃത്വേ ഹേതു പ്രകൃതിരുച്യതേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ ഭോക്തൃത്വേ ഹേതുരുച്യതേ കാര്യകാരണകർതൃത്വേ കാര്യകാരണകർതൃത്വേ ഹേതു പ്രകൃതിരുച്യതേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷസുഖദുഃഖാനാം പുരുഷസുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യതേ ഭോക്തൃത്വേ ഹേതുരുച്യതേ ഇസ്ലാമാജി ഹരേ കൃഷ്ണ പ്രഭുജി. പ്രധാന പദാർത്ഥം പ്രകൃതി, ഭൗതിക പ്രകൃതി, കാര്യകാരണകർതൃത്വേ കാര്യം കാരണം കർത്തൃത്വം ഇവയിൽ ഹേതു ഹേതുവെന്ന് ഉച്ചതെ പറയപ്പെടുന്നു. പുരുഷ ജീവസത്ത സുഖദുഃഖാനാം സുഖദുഃഖങ്ങളുടെ ഭോക്തൃത്വത്തിൽ അനുഭവിക്കുന്നതിൽ ഹേതു ഹേതുവെന്ന് ഉച്ചതെ പറയപ്പെടുന്നു. ഭൗതികങ്ങളായ എല്ലാ കാര്യങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. ഭാവാർത്ഥം ശ്രീ A.C. ഭക്തിവേദാന്ത സ്വാമി ശിലാപ്രഭു മഹാരാജ് കി ജയ് ഹോ. ജീവികൾക്ക് ദേഹേന്ദ്രിയാദികളിലുള്ള വൈവിധ്യത്തിന് കാരണം ഭൗതിക പ്രകൃതിയാണെന്ന് പറയുന്നു. വിഭിന്നാകൃതിയിലുള്ള 84 ലക്ഷം ജീവികളുണ്ട് പ്രപഞ്ചത്തിൽ. പ്രകൃതി സൃഷ്ടങ്ങളാണ് ഇവയെല്ലാം. ഓരോ തരത്തിലുള്ള ശരീരത്തിൽ ജീവിക്കണമെന്ന് ഇച്ഛിക്കുന്ന ജീവാത്മാവിന്റെ വ്യത്യസ്ത ഭോഗക്രിയകളിൽ നിന്ന് അവ ഉടൽക്കൊള്ളുന്നു. വിവിധ ശരീരങ്ങളിൽ ഇരുന്നു കൊണ്ട് നാനാവിധങ്ങളായ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ ഭൗതിക സുഖദുഃഖങ്ങൾക്ക് കാരണം ശരീരമാണ്, ആത്മാവല്ല. ജീവാത്മാവിന്റെ സ്വാഭാവികാവസ്ഥയിൽ അതിന് ആനന്ദം അനുഭവിക്കാമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് അതാണ് അതിന്റെ യഥാർത്ഥ അവസ്ഥ. ഭൗതിക പ്രകൃതിയെ കീഴടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ വരുന്നത്. ആധ്യാത്മ ലോകത്തിൽ അങ്ങനെ ഒന്നില്ല, വിശുദ്ധമാണത്. ഭൗതിക പ്രപഞ്ചത്തിലാകട്ടെ ശാരീരിക സുഖങ്ങൾക്ക് വേണ്ടി ഏവരും കഠിന പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ മൂലമാണ് ഈ ശരീരം ഉണ്ടായതെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപകരണങ്ങളത്രേ ഇന്ദ്രിയങ്ങൾ. ശരീരവും അതിന്റെ ഉപകരണങ്ങളായ ഇന്ദ്രിയങ്ങളും ഭൗതിക പ്രകൃതിയുടെ ഉപഹാരങ്ങളാണ്. അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്ന പോലെ തന്റെ ആഗ്രഹങ്ങളും ഭൂതകാല കർമ്മങ്ങളും അനുസരിച്ച് അനുഗ്രഹീതങ്ങളോ ശക്തങ്ങളോ ആയ പരിതസ്ഥിതികൾ ജീവാത്മാവിന് ലഭിക്കുന്നു. തന്റെ ആഗ്രഹങ്ങൾക്കും പ്രവൃത്തികൾക്കും അനുസരിച്ചാണ് ഓരോ വ്യക്തിയെയും ഭൗതിക പ്രകൃതി തനതായ വാസസ്ഥലങ്ങളിലെത്തിക്കുന്നത്. സ്വന്തം വാസസ്ഥാനത്തെയും തനിക്ക് അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെയും ഓരോ ജീവനും സ്വയം തെരഞ്ഞെടുക്കുകയാണ്. ഒരു പ്രത്യേക തരം ശരീരം സ്വീകരിച്ച ശേഷം ജീവൻ പ്രകൃതിക്ക് അധീനനായി തീരുന്നു. ശരീരം ഭൗതികമാകയാൽ അതിന് ഭൗതിക നിയമങ്ങളെ അനുസരിച്ച് വേണം പ്രവർത്തിക്കുവാൻ. തത്സമയം ആ നിയമത്തെ ലംഘിക്കാനുള്ള ശക്തി ജീവശക്തിക്ക് ഇല്ലതാനും. ഒരു ജീവാത്മാവിനെ നായയുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് കരുതുക. ഉടനെ ആ ജീവൻ നായയെ പോലെ പ്രവർത്തിച്ചു തുടങ്ങും. അതിന് മറ്റൊരു വിധത്തിൽ പെരുമാറാൻ അറിവില്ല. ഒരു പന്നിയുടെ ദേഹത്തിലാണെങ്കിൽ അകപ്പെട്ടതെങ്കിൽ ഒരു പന്നിയെ പോലെ ജീവിക്കാനും അമേദ്യം ഭക്ഷിക്കാനും നിർബന്ധിതനായി തീരുന്നു. ഒരു ദേവന്റെ ശരീരത്തിൽ പ്രവേശിക്കപ്പെട്ട ജീവാത്മാവിനെ ദേവോചിതമായി പെരുമാറാൻ ഇടവരുന്നു. പ്രകൃതി നിയമമാണിത്. പക്ഷേ അത് ശരീരത്തിലായാലും ചുറ്റുപാടിലായാലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവുമുണ്ട്. മുണ്ടകോപനിഷത്ത് 3:11 പറയുന്നു, ദ്വാ സുപർണ സയുജ സഖായ. ഭഗവാന് ജീവനോട് അത്യന്തം കനിവുള്ളത് കൊണ്ട് എവിടെയും എപ്പോഴും പരമാത്മരൂപേണ കൂടെ നിൽക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം വിശാഖാന്വിതാംശ്ച.
नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिसिद्धान्त सरस्वती नामिने शिवाशवानवी देवी दैत्याय कृपाब्दे कृष्णसम्बन्धविज्ञानदायिने प्रभवे नमः माधुर्योजलप्रेमाढ्यां रूपानुगा भक्तिदां गौरकरुणाशक्तिविग्रहायां नमस्तुते नमस्ते गौरवाणी श्रीमूर्तये दीनदारिणे रूपानुगावृधपसिद्धान्त दन्तधारिणे नमो क्षोराय गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजे ते नमः नमः भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगावराय ते गौराविर्भवभूमेष्टं निर्दिष्टा सज्जनप्रिया वैष्णव सार्वभौमौ श्रीजगन्नाथाय ते नमः श्रीरूप सनातना भट्ट रघुनाथा श्रीजीव गोपाल भट्टा दास रघुनाथा एचाई घोषाय कोरि शरण बंदन जहाँ मोत विघ्नानाश अभीष्ट पूरन वांछा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमो महावदन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्विषे नमः पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगम् हे कृष्ण करुणा सिन्धो दीनबन्धो जगल्पते गोपेशा गोपिका कान्ता राधा कान्ता नमस्तुते जयदां सरदो पंगोर्मम मंदमदे गदे मत्सर्वस्वदाम्भोजो राधा मदन मोहनौ दिव्या वृन्दारण्यकल्पद्रुमदा श्रीमद्रत्नागर सिंहासनस्थो श्रीमद्राधा शीलगोविन्ददेवो प्रेष्ठालिभिः सेव्यमानो स्मरामि श्रीमन् रासरसारम्भिवं श्रीवडत्तडस्थितः तशन वेणुस्वनैर्गोपी गोपीनाथश्रियेतुना तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी शभानुसुदे देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा हरे कृष्ण कृष्णा कृष्णा हरे 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 राम 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 हरे 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 कृष्ण कृष्णा कृष्णा हरे 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 राम 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 हरे हरे कृष्ण कृष्णा कृष्णा हरे 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 राम राम हरे हरे इति क्षेत्रं तदा ज्ञानं ज्ञेयं चोक्तं समासदा मद्भक्त एतद्विज्ञाय मद्भावायोपपद्यते കർമ്മക്ഷേത്രം ശരീരം ജ്ഞാനം ജ്ഞേയം എന്നിവയെപ്പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു. എൻ്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. രണ്ട് തരത്തിലുള്ള ക്ഷേത്രജ്ഞന്മാരെ പറ്റി വിവരിച്ചു. സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ക്ഷേത്രം എന്താന്ന് പറഞ്ഞു വന്നു. 24 ഘടകങ്ങളുള്ള ക്ഷേത്രം, മഹാഭൂതാനി തുടങ്ങിയിട്ട് ചേതന, ആധൃതി, അതിലും പറയുന്നുണ്ട് പ്രകൃതിയിൽ നിന്നാണ് ഗുണങ്ങൾ വരുന്നത്. ഈ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈ ശരീരം എന്നുള്ളത് ജീവാത്മാവിന് ഒരു സപ്പോർട്ടാണ്. ജീവാത്മാവിൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ശരീരം. ഇന്ദ്രിയ സുഖം തേടി
ഇന്ദ്രിയ സുഖത്തോടെ സംതൃപ്തിയോടുകൂടി സുഖിച്ച് ജീവിക്കാൻ ആൾക്കാർക്ക് ശരീരം ഉതകും. ശരീരം അതിനുള്ള ഇതുണ്ട്. അതേ സമയത്ത് മോക്ഷം, ഭഗവത്പ്രാപ്തി എന്നിവയാണ് ഉദ്ദേശിക്കുമെങ്കിൽ അതിനും ഈ ശരീരം തന്നെ വേണം. അതുകൊണ്ടാണ് ശരീരം ജീവാത്മാവിന് ഒരു പിന്താങ്ങ് എന്ന് പറയുന്നത്. അത് ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ആണെങ്കിൽ പിന്നെ ഒരു ജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറയാം, അമാനിത്വം, അദമ്പിത്വം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം വീക്ഷണം, തത്വജ്ഞാനാർത്ഥ ദർശനം. തത്വം ശരിയായിട്ടുള്ള നാനാർത്ഥം, പലതരത്തിലുള്ള തത്വജ്ഞാനാർത്ഥ ദർശനം. തത്വജ്ഞാനം അതിനു വേണ്ടിയിട്ടുള്ള. അപ്പൊ തത്വം എന്നുള്ളത് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, വദന്തി തത്വവിധം ജ്ഞാനം യജ്ഞദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. അപ്പൊ ഇതാണ് ശരിക്കുള്ള ജ്ഞാനത്തിന്റെ അവസാനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കുന്നതാണ്. അപ്പോ ജ്ഞാനത്തിനെ പറ്റി പറഞ്ഞു. ഈ ജ്ഞാനം വഴി ആരെ പ്രാപിക്കണം, ഏത് മനസ്സിലാക്കണം എന്നാണ് അടുത്തത്. അപ്പോൾ അവിടെ ജ്ഞേയമായിട്ടുള്ള രണ്ട് ക്ഷേത്രജ്ഞന്മാര്, ഒന്ന് വ്യക്തിഗത ജീവാത്മാവ്, രണ്ടാമത് പരമാത്മാവ്. വ്യക്തിഗത ജീവാത്മാവ് എന്നുള്ളത് ആദ്യ ശ്ലോകത്തില് 13-ാം അധ്യായത്തില് 2-ാമത്തെ ലൈൻ, അനാദിമത്പരം ജ്ഞേയം യത് പ്രവിശ്യാമി ജ്ഞാത്വാ മൃതമശ്നുതേ അനാദി മത്പരം ബ്രഹ്മ സത് ന സത് തന്നസത് ഉച്യതേ. ഇത് ജീവാത്മാവിനെ പറ്റി പറഞ്ഞു. ഒറ്റ ലൈൻ, ജീവാത്മാവിനെ കുറിച്ച് ഒറ്റ ലൈനിൽ അവസാനിപ്പിക്കണം. അനാദി, വിതൗട്ട് ബിഗിനിങ്. മത്പരം, എന്നെ ആശ്രയിച്ച് എന്നെ ഉത്കൃഷ്ടമായി കണക്കാക്കിക്കൊണ്ട്. ബ്രഹ്മ, ആരായി? ജീവാത്മാവ്. നസത് തന്നസത് ഉച്യതേ. പ്രകൃതിയുടെ രണ്ട് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ്, ഒന്ന് എന്താ പറയുക, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത പ്രധാന, രണ്ടാമത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായിട്ടുള്ള ഈ ലോകങ്ങളും ഈ ലോകത്തിലെ ജീവാത്മാക്കളും, അവരുടെ പേരുകൾ, അവരുടെ രൂപങ്ങൾ, 84 ലക്ഷം രൂപങ്ങളുണ്ട് നമുക്കറിയാം. അതിന് ഓരോ പേരുകളുമുണ്ട്. ഇതെല്ലാം പ്രകൃതിയുടെ പ്രൊഡക്ട്സാണ്, പ്രകൃതിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ജീവാത്മാവിന് അതുമായിട്ട് ബന്ധമില്ല. എന്ന് വെച്ചാൽ പ്യുവർ, ജീവാത്മാവ് ഇസ് പ്യുവർ എന്നവിടെ സ്ഥാപിക്കുകയാണ് ജീവാത്മാവിനെ കുറിച്ച്. പരമാത്മാവാണ് പിന്നെ വരുന്നത്. 14 മുതലുള്ള 18 വരെയുള്ള 5 ശ്ലോകങ്ങളുണ്ട് പരമാത്മാവിനെ പറ്റിയിട്ട്. സംക്ഷിപ്തമാണെങ്കിൽ ശ്രീ വളരെ കൃത്യമായ രീതിയിൽ പരമാത്മാവിനെ അവിടെ വിവരിക്കുന്നുണ്ട്. അതിലവസാനം പറയുന്നത് ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. ജ്ഞാനം, പ്യോർ ജ്ഞാനം ചെയ്യുന്നത് അവയർനെസ്സിന്റെ കണക്കാക്കാം, കോൺഷ്യസ്നെസ്സിന്റെ കണക്കാക്കാം. ജ്ഞാനത്തിൽ നിന്നുള്ള ജ്ഞാനത്തിന്റെ ടാർഗറ്റ് എന്താണ്? ജ്ഞേയം, നിശ്ചയം പരമാത്മാവ് അല്ലെങ്കിൽ ഭഗവാൻ. ജ്ഞാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഭഗവാനാണ്. ജ്ഞാനം എന്നതാണ് ഇറ്റ് ഈസ് അവയർനെസ്. അപ്പൊ അവയർനെസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു ഭഗവാൻ. അത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനഗമ്യം, ജ്ഞാനഗമ്യച്ചൻ, ആ ജ്ഞാനത്തിലുള്ള അറിവ്. ഇത് പരമാത്മാവിനെ കുറിച്ച് അവസാനത്താണ്. ആൻഡ് ഹൃദി സർവസ്യം വിഷ്ടിതം. അങ്ങനെയുള്ള പരമാത്മാവ് എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. അപ്പോൾ പരമാത്മാവിനെ കുറിച്ച് ഡിസ്കഷൻ അവിടെ. ഇത് ആർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും? കാരണം ജീവാത്മാവിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള ഒരുമാതിരി ജ്ഞാനം ഭക്തന്മാർക്കും അദ്വൈത അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്കും ഒരുമാതിരിയൊക്കെ ഉണ്ടാവും. ഒരുമാതിരി പൂർണ്ണമായിട്ടുള്ള, അല്ലെങ്കിൽ അതില്
വലിയ വ്യത്യാസമില്ലാത്ത, എന്നാലും കുറെ ഉണ്ട് താനും 22ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ? ഫങ്ഷൻസ്, ജീവാത്മാവിൻ്റെ പ്രകൃതി എന്നുള്ള ഫങ്ഷൻസിനെ പറ്റി പറയുമ്പോൾ ഇനി വരുന്ന ശ്ലോകങ്ങൾ 26 വരെ ശ്ലോകങ്ങൾ, 20 മുതൽ 26 വരെ ശ്ലോകങ്ങൾ പ്രകൃതി പുരുഷൻ എന്ന സബ്ജക്റ്റാണ്. ഏതായാലും ഇവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ക്ഷേത്രം എന്താണ്, ക്ഷേത്രജ്ഞൻ ആരാണ്, ജ്ഞാനം എന്താണ്, ശരിയായിട്ടുള്ള ജ്ഞാനം, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. കാരണം ജ്ഞാനത്തിന്റെ വലിയൊരു ഭാഗത്തില് 13-ാമത്തെ 12ാമത്തെ ശ്ലോകമാണ് അത് പറയുന്നുണ്ടോ? മയി ച അനന്യയോഗേന ഭക്തിർ അവ്യഭിചാരിണി. 19 കാര്യങ്ങൾ ജ്ഞാനത്തെ പറ്റി പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മയി ച അനന്യയോഗേന ഭക്തിർ അവ്യഭിചാരിണി. അവ്യഭിചാരിണി കലർപ്പില്ലാത്ത ഭക്തി. അതിന് അനന്യയോഗേന, വേറെ യോഗം ഉപയോഗിക്കാണ്ട് ഭക്തി മാർഗത്തിൽ മാത്രം നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ശരിയായിട്ടുള്ള ജ്ഞാനം കിട്ടുള്ളൂ. ആരെക്കുറിച്ചുള്ള ജ്ഞാനം? ക്ഷേത്രജ്ഞനെ കുറിച്ചിട്ട്. ആ ക്ഷേത്രജ്ഞന്മാരെ ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും. അപ്പോൾ ജീവാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം ഒരു പക്ഷേ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിലാണ് ഈ പറഞ്ഞ അദ്വൈതവാദികൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കും തീരെ ജ്ഞാനമില്ലാത്ത. കാരണം അവര് വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭഗവാൻ എന്നുള്ള സ്വരൂപത്തിലാണ് എപ്പോഴും പ്രകടിപ്പിക്കുക. ഇപ്പൊ നമ്മള് ശ്രീമദ് ഭാഗവത്തില് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഭഗവാൻ എപ്പോഴും സ്വരൂപത്തിലാണ് വരിക. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, അജോബിസൻ അവ്യാത്മാ ഭൂതാനാം ഈശ്വരബിസൻ പ്രകൃതിം സമധിഷ്ഠായ. ഭഗവാൻ ഓൾവേസ് സിറ്റുവേറ്റഡ് ഇന്റേണൽ പൊട്ടൻസി എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇവിടെ വരുമ്പോഴും ഭഗവാന്റെ ശരീരം ട്രാൻസെൻഡന്റലാണ്, ഇന്ദ്രിയാതീതമാണ്, ഭൗതികമല്ല. ഇവിടെയാണ് ഭഗവാന്റെ ശരീരത്തിനെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് ഭഗവാനെ കുറിച്ചുള്ള ശരിക്കുള്ള ജ്ഞാനം ഇല്ലാത്തത്. ആ ഭഗവാനുള്ള ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു പ്രൊഡക്റ്റാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കും. അപ്പോൾ ജീവാത്മാവിനെ കുറിച്ചും ശരിയായിട്ടുള്ള നോളജ് ഉണ്ടാവില്ല, പ്രകൃതിയെക്കുറിച്ചും പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവില്ല. ഭക്തന്മാർ ഒഴികെയുള്ള ബാക്കി ആൾക്കാർക്ക്. പക്ഷെ ഭക്തന്മാർക്ക് കൃത്യമായിട്ടുണ്ട്. കാരണം ദേ ആർ ഓൾറെഡി സറണ്ടേർഡ് ടു കൃഷ്ണ. ഭഗവാനെ സറണ്ടർ ചെയ്ത് മാത്രമേ ശരിയായിട്ടുള്ള ബുദ്ധി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സ്മോക്കി ഇന്റലിജൻസ്, 4ാം സ്കന്ധത്തിലുമാണ് സ്മോക്കി ഇന്റലിജൻസ്, പുക പിടിച്ച ബുദ്ധിയായിരിക്കും അവിടെ ഉണ്ടാവുക. പുക പിടിച്ച ബുദ്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ അവർ മുറുകെ പിടിക്കുന്നത് തന്നെയാണ് ശരി പറയും. അത് വളരെയധികം അപകടം പിടിച്ച സാധനമാണ്. അപ്പൊ ഇവിടെ കൃത്യം ഭഗവാൻ പറയുന്നുണ്ട്, ഏത് വിജ്ഞായ മത് ഭക്ത ഏത് വിജ്ഞായ, ഈ കാര്യങ്ങളെ കുറിച്ചിട്ട്, ക്ഷേത്രത്തിനെ കുറിച്ചും ക്ഷേത്രജ്ഞന്മാരെ കുറിച്ചിട്ടും ജ്ഞാനത്തിനെ കുറിച്ചും ശരിയായി മനസ്സിലാക്കി എന്റെ ഭക്തന്മാര് എന്റെ അടുത്തേക്ക് എന്നെ വിട്ടു, അല്ലെങ്കിൽ എന്റെ സ്വരൂപം അവരാർജിക്കും. എന്റെ സ്വരൂപം ആർജിക്കുക വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ നമുക്കറിയാം, നമ്മളെ ഇന്റർണൽ പൊട്ടൻസിന് സച്ചിദാനന്ദനാണ് ഭഗവാൻ. നമ്മളിപ്പോ സച്ചിദാനന്ദനല്ല, അസത്ത് അചിത്ത് ജ്ഞാനം 3 കലർന്ന ആണ് നിരാനന്ദം, അല്ലെ? അസത്ത് അചിത്ത് നിരാനന്ദ, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഭഗവാനെ കുറിച്ച് കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ ഇതുമെല്ലാം മാറി വീണ്ടും ജീവാത്മാവും സച്ചിദാനന്ദനായി മാറും. എന്നുവെച്ചാൽ ഭഗവാന്റെ അതേ സ്വരൂപം. ഇത് ഭഗവാൻ പറയാണ്. ഇതിന് ശേഷം അർജുനന്റെ വേറെ ചോദ്യമായ പ്രകൃതി പുരുഷനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങള്, അതിനുള്ള മറുപടിയാണ് പറയുന്നത്. പ്രകൃതിയും പുരുഷം ചെയ്യ വിധിയനാദിഭാവി വികാരാംശ ഗുണാംശൈവ വിധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയും ജീവാത്മാവും ഭഗവാന്റെ ശക്തികളാണ്. ഭഗവാൻ സനാതനമാണ്, ഭഗവാൻ നിത്യനാണ്. അങ്ങനെയാണെങ്കിൽ ഭഗവത് ശക്തികളും നിത്യമായിരിക്കണം.
സാധാരണ ആൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ. ഭഗവാനും ശക്തികളും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നുണ്ട്. ഭഗവാനും ശക്തികളും വ്യത്യാസമുണ്ടെങ്കിൽ ഭഗവാൻ നിത്യവും ശക്തികൾ അനിത്യവുമാകാം. പക്ഷെ നമ്മൾ എല്ലാവരും സമ്മതിക്കുന്നുള്ളത് ഭഗവാനും ശക്തികളും വ്യത്യാസമില്ല. എന്നാൽ വേറെ കുറച്ച് വ്യത്യാസമാണ്. അചിന്ത്യ ഭേദാഭേദത്തിൽ വരുന്ന കുറച്ച് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്ലി സെയിം. അപ്പോൾ ഭഗവാൻ നിത്യനാണെങ്കിൽ ഭഗവാൻ ക്വാളിറ്റീസ്, ഭഗവാൻ നിത്യൻ, എന്താണ് അപരമേയ, അങ്ങനെ കുറെ 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജീവനെ കുറിച്ചിട്ടുള്ള നോളജ്. അപ്പോൾ ഭഗവാൻ നിത്യനാണെങ്കിൽ ഭഗവാൻ ശക്തിയും നിത്യമാകാം. അതാണ് ഇവിടെ പറയുന്നത്. പ്രകൃതിയും പുരുഷം വെച്ചാൽ ഇവിടെ ജീവാത്മാവിനെ ഉദ്ദേശിക്കുന്നത്. പ്രകൃതി പുരുഷം ച ഏവ വിധി അനാദി ഉപാവപി, രണ്ടും ആണ്. അവർ തമ്മിൽ അസോസിയേഷൻ ടേണലാണ്. അതാണ് പിന്നെ പറയാൻ പോണം. പ്രകൃതി ശ്ലോകത്തിൽ പറയും പുരുഷ പ്രകൃതിസ്ഥോ ഭുങ്ക്തേ പ്രകൃതിജയ ഗുണാൻ പറയും. അപ്പോൾ ഇവർ തമ്മിൽ എറ്റേണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. അവർ തമ്മിൽ എപ്പോഴും കലാകാലം എന്ന സ്മരണാതീതമായ കാലം മുതൽ, ടൈം ഇമ്മെമ്മോറിയൽ, അന്നു മുതൽ പുരുഷനും ജീവാത്മാവും പ്രകൃതിയും കണക്റ്റഡ് ആണ്. അതെപ്പോഴാണ് എന്ന് തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ രണ്ടും നേച്ചർ വ്യത്യാസമുണ്ട്. രണ്ടും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു. കൂട്ടത്തിൽ പരമാത്മാവ് നിൽക്കുന്നുണ്ട്, നമുക്കറിയാം. അപ്പൊ നമ്മൾ നേരത്തെ പറയേണ്ട 3 കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നമ്മൾ പറയും എന്താ പറയാ, തുണി നമ്മൾ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളേഴ്സും ഒരേപോലെ ഇരിക്കും. പക്ഷെ അതുപോലെയല്ല ഇത് 3 ഒന്നിച്ച് നിന്നാണ് പോലും പ്രകൃതി ജീവാത്മാവില്ല, ജീവാത്മാവ് ഭഗവാനാവില്ല. എന്ന് വെച്ചാൽ അവരുടെ ഫങ്ഷൻസ്, അവരുടെ സ്വരൂപത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റേണൽ ആണ്. പ്രകൃതി ജീവാത്മാവും ഭഗവാനും എറ്റേണൽ ആണ്. പക്ഷെ അവരുടെ ഫങ്ഷൻസ് വ്യത്യാസമുണ്ട്. ഈ ഫങ്ഷനുടെ വികാരാംശ ഗുണാംശ ചെയ്വ വിധി പ്രകൃതി സംഭവം. ട്രാൻസ്ഫോർമേഷൻ, വികാര ട്രാൻസ്ഫോർമേഷൻ. പ്രകൃതി ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ എന്താണ്, എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നത് എങ്ങനെയാണ്? പ്രകൃതി ആദ്യം നിത്യമാണ് പറയണു. അപ്പൊ ആദ്യത്തെ അവസ്ഥ എന്താ? പ്രകൃതിയുടെ ആദ്യത്തെ അവസ്ഥ ഏതാ? പ്രയോഗപക്ഷം നമ്മൾ പറയേണ്ടത് പ്രകൃതിയുടെ ആദ്യത്തെ അവസ്ഥ ഇതാണത്. നിങ്ങൾക്ക് ഗോചരമില്ലാത്ത പ്രധാന അല്ലെ? അത് വികാരാംശ ട്രാൻസ്ഫോർമേഷൻ. അത് പ്രധാനിയാണ്. ട്രാൻസ്ഫോംഡ് ആവണം. എന്തായിട്ട് ട്രാൻസ്ഫോംഡ് ആവണം? ഈ ലോകങ്ങളും ഈ ഭൗതിക ലോകങ്ങളും ഈ ഭൗതിക ലോകത്തിലിരിക്കുന്ന പ്രകൃതിയുമായിട്ട് ഒട്ടി നിൽക്കുന്ന ജീവാത്മാക്കളും. അപ്പോ ജീവാത്മാവിന്റെ ശരീരവും ലോകങ്ങളുടെ ശരീരവും ഇതാണ് പ്രധാനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിന്റെ വികാര ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ. വികാരം ഗുണാംസ് വെച്ച് കഴിഞ്ഞാൽ അതിരിക്കുന്ന ക്വാളിറ്റീസ്. ഇച്ഛാദേശ സുഖ ദുഃഖ, ഇച്ഛാദേശ സുഖ ദുഃഖ, പ്ലഷർ സോറോ, സുഖം ദുഃഖം, ഇതെല്ലാം പ്രകൃതിയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അവിടെ ശ്രീലപ്രഭുപാദ് പറയേണ്ടത് രണ്ടും ഭഗവാനിൽ നിന്ന് വന്നുകൊണ്ട് തുടക്കം മുതലേ ഇവരുണ്ട്. തുടക്കം മുതലേ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. സൃഷ്ടിക്ക് മുമ്പ് ജീവാത്മാവിന് ഭഗവാനും ഒന്നും തുടക്കമില്ല. തുടക്കത്തിന് വെച്ച് ഈ ഇതിന്റെ സൃഷ്ടിയുടെ മുമ്പ് എന്നർത്ഥം.
തുടക്കം മുതൽ എന്താ വെച്ചാൽ സൃഷ്ടിയുടെ മുമ്പ് ഏത് സൃഷ്ടി? ഭൗതിക സൃഷ്ടി, മെറ്റീരിയൽ ക്രിയേഷൻ. അതിനു മുമ്പ് ഇതെല്ലാം ഉണ്ട്. അപ്പോ ഭഗവാനിൽ തന്നെ നിക്ഷിപ്തമാണ് പ്രകൃതിയും ജീവാത്മാവും. അപ്പൊ ജീവാത്മാവ് അതിന്റെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ശിലാപ്രബോധം ചെറുതായിട്ട് സൂചിപ്പിക്കുകയാണ്. കാരണം ജീവാത്മാവിന് എന്താണ് എൻജോയ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. ശരിയായിട്ടുള്ള എൻജോയർ പുരുഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എൻജോയർ. ശരിയായിട്ടുള്ള പുരുഷൻ ആരാണ്? ഭഗവാൻ. ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ എൻജോയ്മെന്റ് കണ്ടിട്ട് ഭഗവാൻ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ചില ജീവാത്മാക്കൾ, എല്ലാ ജീവാത്മാക്കളല്ല, ചില ജീവാത്മാക്കൾക്ക് ഭഗവാനെ പോലെ അസൂയ. യെസ്, അസൂയ തന്നെയാണ്. നത്തിങ് എൽസ്. അതാണ് ശരിയായിട്ടുള്ള കാരണം. അപ്പോ ഭഗവാനെ പോലെ സൂഹിക്കണം എന്ന് ആചിച്ചപ്പോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി ഉണ്ടാക്കിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൗതിക പ്രകൃതി ഉണ്ടാക്കിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാന തിരിഞ്ഞ ലോകങ്ങളായിട്ട് മാറിയത്. അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ ഭൗതിക ലോകത്തിൽ വരുമ്പോ അവരെ കർമ്മ അനുസരിച്ചിട്ടുള്ള ശരീരങ്ങൾ ഉണ്ടായത്. ആദ്യത്തെ ശരീരം എന്താന്ന് വെച്ചപ്പോ ആദ്യത്തെ ശരീരം എന്താണ്? ആദ്യത്തെ ശരീരത്തിന് അവർക്ക് എത്രത്തോളം ഭൗതിക പ്രകൃതിയിൽ എൻജോയ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അതിന്ന് ഉതകുന്ന ശരീരം ആദ്യം കിട്ടും. പിന്നീട് ആ ശരീരത്തിൽ വെച്ചിട്ട് എന്തൊക്കെ കർമ്മം ചെയ്യുന്നു അതനുസരിച്ച് അടുത്ത ശരീരം കിട്ടും. ഇതാണ് തുടക്കം. അത് എപ്പോ തുടങ്ങി എന്ന് മാത്രം ആർക്കറിയില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. അപ്പൊ ആദ്യം കിട്ടുന്നത് എന്തോ ശരീരമായിരിക്കും മനസ്സിലാവില്ലേ? എപ്പോഴും ആൾക്കാർ ചോദിക്കണ അപ്പൊ കർമാനുസരിച്ച് ശരീരം കിട്ടുമെന്ന് വെച്ചാൽ ആദ്യത്തെ ശരീരം ഏതായെന്ന് ചോദിക്കും. അതെ, അപ്പൊ അതിന് ഉത്തരവാണത് നമ്മൾ എത്രത്തോളം എൻജോയ്മെന്റ് ഉണ്ട് അതിന്റെ തോതനുസരിച്ചിട്ട് അത് എൻജോയ് ചെയ്യാനുള്ള, അത് എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? ശരീരവും ഇന്ദ്രിയങ്ങളും വേണം അല്ലെ? ഒരു ശരീരവും ഇന്ദ്രിയങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എത്രത്തോളം ആസ്വദിക്കാൻ ആഗ്രഹിക്കാൻ, എത്രത്തോളം ആ ലെവലുണ്ട്, എത്ര ഇന്റൻസിറ്റി ഉണ്ട്, അതനുസരിച്ചിട്ടുള്ള ശരീരവും ഇന്ദ്രിയങ്ങളും നമുക്ക് കിട്ടും. അപ്പൊ അതിന് തോത് എന്താണ്, അത് ഉതകുന്ന ശരീരം ഇന്ദ്രിയങ്ങൾ ഏതാണ്, അത് ഭഗവാൻ അറിയുള്ളൂ. അത് നമുക്കറിയില്ലല്ലോ. നമുക്ക് ആഗ്രഹം, നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ അറിയാം നമുക്ക് ഭഗവാനെ. നമുക്ക് എത്രത്തോളം ഇച്ഛയുണ്ട്, എത്രത്തോളം നമുക്ക് അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിവ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഭഗവാൻ അറിയുന്നു. ഭഗവാൻ ആദ്യം അതനുസരിച്ച് ശരീരം നമുക്ക് കിട്ടണം. പിന്നെ ആ ശരീരത്തിൽ നിന്നാണ് പ്രയാണം ആരംഭിക്കുമ്പോഴാണ് പിന്നെ പല കാര്യങ്ങളും വന്നു തരും. ഇങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടി നമുക്ക് ശരീരം മാറി 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 പിന്നെ ഈ സുഖിക്കാനുള്ള സുഖിക്കുന്നതല്ല താൻ ചെയ്യുന്നത്. താൻ എപ്പോഴെന്നാണ് നിത്യ ദുഃഖത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ പതുക്കെ ഇതിലേക്ക് വീണ്ടും തിരികെ ഭഗവാനിലേക്ക് തിരിച്ചു പോകണം. രണ്ട് പക്ഷികൾ ശരി നമ്മൾ പറയാറുണ്ട്. അപ്പോ നമ്മൾ കുറെ എൻജോയ്മെന്റ് ചെയ്ത് ദഹനൊക്കെ ഇടയ്ക്ക് ഉണ്ടായി വരുമ്പോ അപ്പൊ എന്താ പതുക്കെ അപ്പുറത്തുള്ള പക്ഷിയെ നോക്കും. അപ്പോഴാണ് നമുക്ക് തോന്നുക, ഇത്രയും കാലം നമ്മള് ഇങ്ങനെ തന്നെ അലഞ്ഞു തിരിഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ചിന്ത ആർക്കുണ്ടാവുന്നു, അത് ആഗ്രഹങ്ങളുടെ ഇന്റൻസിറ്റി വ്യത്യാസം. യെസ്, എല്ലാം എവറിതിങ് ഈസ് ഡിസയർ ആൻഡ് ദ ഇന്റൻസിറ്റി ഓഫ് ഡിസയർ. നേരത്തെ പറഞ്ഞ നമുക്ക് ആദ്യം ശരീരം കിട്ടാണെന്ന് വെച്ചാൽ ഡിസയറാണ്. ഡിസയറിന്റെ ഇന്റൻസിറ്റി അനുസരിച്ചാണ്. അതേപോലെ ആ ശരീരത്തിന് പുറത്തു പോകുന്ന ഭഗവാനിക്ക് പ്രാപിക്കണമെങ്കിൽ ആ ഭഗവാനുള്ള കിട്ടാനുള്ള, ഭഗവാനെ പ്രാപിക്കാനുള്ള ആഗ്രഹത്തിന്റെ ഡിസയർ എത്രയുണ്ട്, ആ ഡിസയർ ഇന്റൻസിറ്റി എത്രയുണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആചാര്യന്മാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുള്ളൂ. അല്ലാണ്ട് ഒരു എന്താ പറയാ, ഒഴുക്കൻ മട്ടില് കുറെ കഥ പറഞ്ഞ ഭഗവത്ഗീത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല കയറില്ല. അത് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസിനെ നമുക്ക് ഉത്തേജിപ്പിക്കില്ല. അത് ബ്രഹ്മജിജ്ഞാസ ഒരാൾക്കുണ്ടെങ്കിൽ ആ ബ്രഹ്മജിജ്ഞാസ ഉത്തേജിക്കണമെങ്കിൽ നമ്മുടെ ആ ഇന്റലിജൻസിനെ നമ്മൾ ഉത്തേജിപ്പിക്കണം. ആ ഇന്റലിജൻസ് ഉത്തേജിക്കണമെങ്കിൽ നമ്മൾ ആ തത്വം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു ടേസ്റ്റ് വരുള്ളൂ.
ആ ടേസ്റ്റ് വരുമ്പോഴാണ് നമ്മുടെ ഇന്റലിജൻസ് ഉത്തേജിപ്പിക്കുക. ഇത് വലിയ സബ്ജക്റ്റ് 21, 22, 23 ശ്ലോകങ്ങൾ ഗംഭീരമാണത്. പ്രകൃതിയുടെ ഫംഗ്ഷൻ എന്താണ്, ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്, ജീവാത്മാവിന്റെ ഫംഗ്ഷൻ എന്താണ്, അതാണ് അടുത്ത് വരുന്ന ശ്ലോകങ്ങൾ വരുന്നത്. അപ്പോ 21-ാം ശ്ലോകത്തില് പറയുന്നതാണ് കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യതേ പുരുഷാസുഖദുഃഖാനാം ബോധത്വേ ഹേതുരുച്യതേ. ഭൗതികമായ എല്ലാ കാര്യകാര്യങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖ ദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. കാര്യ ചെയ്യുന്നതാണ് ശരീരം, കരണ ചെയ്യാൻ കാര്യകാരണ കർത്തൃത്വത്തെ കാരണം കാരണം കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങള് കാരണകർത്തൃത്വത്തെ ഹേതു അതിന്റെ ഹേതു എന്ന് വെച്ചാൽ അതിന്റെ കാരണം, ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും കാരണം പ്രകൃതിയാണ്. പുരുഷ സുഖദുഃഖാനാം സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണം പ്രകൃതി തന്നെയാണ്. പക്ഷെ അത് എൻജോയ് ചെയ്യുന്നത് ആരാണ്? പുരുഷാണ്. അതാണ് പുരുഷ സുഖദുഃഖാനാം ബോധത്തെ ഹേതുരുച്യതേ. സുഖദുഃഖം എന്നുള്ളത് പ്രകൃതിയിൽ നിന്ന് വന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇച്ഛാദ്വേഷ സുഖ ദുഃഖം നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഇച്ഛാദ്വേഷം, ഈ സുഖം ദുഃഖം എന്നുള്ളത് ആരാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആരാണ് അനുഭവിക്കുന്നത്? അത് ജീവാത്മാവ്. കാരണം പ്രകൃതി എന്നുള്ളത് ഡൾ സബ്സ്റ്റൻസ് ആണ്. പ്രകൃതി എന്നുള്ളത് ഡള്ളാണ്, ചേതന ഇല്ലാത്ത അർത്ഥം. ഈ ചേതനയുള്ളതില് ജീവാത്മാവ് കയറിയാലേ അത് ത്രസിക്കുള്ളൂ. ഇപ്പൊ വെള്ളം, വൃക്ഷം, മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ ചേതനയുള്ളതാണ്. പ്രകൃതി ചേതന ഇല്ലാത്താകുമ്പോൾ അത് ശാശ്വതമാണെന്നും പറയുന്നുണ്ട്. ചേതന ശാശ്വതമാണ്, പക്ഷെ ചേതന ഇല്ല. പക്ഷെ ചേതന പദാർത്ഥങ്ങൾ ചേതന ഇല്ല. അതിന് കോൺഷ്യസ് അല്ല, അത് ഇറ്റ്സ് നോട്ട് കോൺഷ്യസ്. അത് തീർച്ചയായിട്ടും ഭഗവത് ശക്തിയിൽ നിന്ന് വരുന്നത് തന്നെയാണത്. പക്ഷെ അതിന് ചേതന എന്നുള്ള സാധനം കോൺഷ്യസ്നെസ് ജീവാത്മാവ് അതിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോഴാണ് അത് കോൺഷ്യസ് ആവുന്നത്. ചേതന, അവബോധം. ഇപ്പൊ ഒരു ഇരുമ്പ് ഒലയ്ക്ക തീയിൽ വെക്കുമ്പോ കുറച്ചു കഴിഞ്ഞാൽ ഇരുമ്പ് ഒലയ്ക്ക ചുട്ടുപഴുക്കും. എന്തുകൊണ്ടാ ചുട്ടുപഴുത്തു? തീയിന്റെ സാമീപ്യം കൊണ്ട്, അല്ലെ? തീയിന്റെ സാമീപ്യം കൊണ്ട്. അപ്പൊ തീയിന്റെ സാമീപ്യം കൊണ്ടാണോ ഈ ഇരുമ്പോലൊക്കെ ചുട്ടുപഴുക്കുക, അല്ലേ? അതെ. അപ്പൊ ആദ്യം നമ്മൾ ചുട്ടുപഴുത്തിരിക്കാൻ പ്രകൃതിയെ പറ്റി പറയുമ്പോൾ പ്രകൃതി തന്നെത്താൻ ആക്റ്റീവാന്ന് നമ്മൾ പറയാം. നമ്മൾ പെട്ടെന്ന് ചൂടുള്ള സാധനങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ കൈ പൊള്ളും. പക്ഷെ എന്തുകൊണ്ട് അത് ചുട്ടുപൊള്ളി അല്ലെങ്കിൽ ചുട്ടുപഴുത്തു? അതിന്റെ തീകളുമുണ്ട്. എന്നതുപോലെ ജീവാത്മാവത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ ഇതില് പദാർത്ഥങ്ങളിൽ പ്രവേശിച്ചാൽ, അല്ലെങ്കിൽ പ്രകൃതിയിൽ അല്ലെങ്കിൽ പദാർത്ഥങ്ങൾ പ്രവേശിച്ചാൽ മാത്രമേ പദാർത്ഥങ്ങള് എൻലൈവൻ ആവുള്ളൂ, ജീവസ്പന്ദം അതിലുണ്ടാവുള്ളൂ. ജീവിതത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് ജീവസ്പന്ദനം. ഈ സ്പന്ദനം അല്ല ചേതന ജീവ ഉള്ളിൽ കയറിയാലുള്ളൂ. ഈ ജീവ എന്നുള്ള ഇതാണ്, പുരുഷനാണ്, ജീവാത്മാവാണ്. അതാണ് 7-ാം അധ്യായത്തിലെ തുടക്കം അങ്ങനെയാണ്, സ്റ്റാർട്ടിങ് അങ്ങനെയല്ലേ? 4-5 ശ്ലോകങ്ങൾ അങ്ങനെയാണല്ലോ. ഭൂമിലാപോനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാരമിതിയമ്മേ ഭിന്നാ പ്രകൃതി അഷ്ടത അവരേമിതസ്ത്വന്യം പ്രകൃതിം വിധിമേവരാം ജീവഭൂതം മഹാബാഹോ യേദം ധാര്യതേ ജഗത്. ഈ ജഗത് ആക്റ്റീവ് ആണ് എപ്പോഴാണ്? ജീവാത്മാവ് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ. അപ്പോഴേ ഈ ജഗത് ആക്റ്റീവ് ആണ്. അതൊരു ജഗത് എന്താണ്? ജഗത്ത് സാധാരണ ഡൽ ആയിട്ട് ജഡപദാർത്ഥം. അപ്പോ ജീവാത്മാവിന് പൊതുവെ എൻജോയ് ചെയ്യാനുള്ള ടെൻസ്, കാരണം അത് സച്ചിദാനന്ദനാണ്. അതിന്റെ ആനന്ദം എന്നുള്ളത്
അതിന്റെ ഒരു സ്വരൂപത്തിൽ വരുന്നതാണ്. പക്ഷെ ഇപ്പോ ബദ്ധാവസ്ഥയില് ഈ ആനന്ദം എന്നുള്ളത് പ്രകൃതിയുമായിട്ട് ഒട്ടിച്ചേർന്ന അതിൻ്റെതായിട്ടുള്ള ഒരു ആനന്ദം. കാരണം ഈ പ്രകൃതിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് താൽക്കാലികമാണ്, അത് മനസ്സിലാക്കണം. പ്രകൃതി പ്രധാന സ്റ്റേറ്റില് എന്താണ്? അനാദിയാണ്, എറ്റേണൽ ആണ്. പക്ഷെ അതിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞേ ഈ പറഞ്ഞ ഭൗതിക ലോകങ്ങളും രൂപങ്ങളും ഇത് താൽക്കാലികമാണ്. അപ്പോൾ താൽക്കാലികമായ ഒരു സ്ഥലത്തില് എറ്റേണൽ ആയിട്ടുള്ള സാധനം വന്നു കഴിഞ്ഞാൽ ഇൻകമ്പാറ്റബിൾ ആവും, അല്ലേ? ചേർച്ച ഉണ്ടാവില്ല, അല്ലെ? നമ്മളിപ്പോ രണ്ട് ചേർച്ചയില്ലാത്ത സാധനം കയറി കഴിഞ്ഞാൽ സുഖം പറ്റില്ല. അതുപോലെ ജീവാത്മാവിന് ഇതുള്ളതല്ല ഈ ഭൗതിക പ്രകൃതി അല്ലെങ്കിൽ ഭൗതികമായ ലോകം അല്ലെങ്കിൽ മെറ്റീരിയൽ ഭൗതികമായിട്ടുള്ള ജീവാത്മാവിന്റെ സ്വരൂപത്തിൽ ഇണങ്ങിയതല്ല. പക്ഷെ നമ്മൾ കുറേ കാലങ്ങളായിട്ട് അതിനോട് ഒട്ടിച്ചേർന്നുകൊണ്ട് നമ്മളത് സുഖമാണെന്ന് നമ്മൾ വിചാരിക്കണത്. അപ്പോൾ നമ്മുടെ ആ ബ്രൂസ് ബോഡി, പിന്നെ നമ്മുടെ എന്താണ് എക്സ്റ്റൻഷൻ, ജ്ഞാനത്തിന്റെ വലിയ കാര്യം അസക്തി, അനഭിസംഗസ്, പുത്രധാര ഗൃഹാദിഷു, അല്ലേ? പ്രസിദ്ധമായിട്ടുള്ള അത് ജ്ഞാനത്തിന്റെ വലിയൊരു ഭാഗമാണത്. അസംഗ അസക്തി, അസക്തി അനഭിസംഗ. അസക്തി നോൺ അറ്റാച്ച്മെന്റ്. അനഭിസംഗ എന്താണ്? അവരുമായി ചെയ്യുന്നുണ്ടാക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും. ആരുമായിട്ട്? പുത്രധാര ഗൃഹാദിഷു. ഗൃഹ ആദിഷു എന്ന് പറഞ്ഞ അവിടെ ഗൃഹ ആദ്യം ഗൃഹത്തിൽ അവസാനിക്കുന്ന ഗൃഹം, പിന്നെ എന്താണ്? സ്റ്റേറ്റ്, സൊസൈറ്റി, കുലം, രാഷ്ട്രം, എല്ലാം. ഞാൻ എന്താണ്? അസക്തി അനഭിസംഗസ്. അതാ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ശക്തി വന്നാൽ എന്ത് പറ്റും? ആസക്തി വന്നാൽ എന്ത് ചെയ്യും? അവരുമായി ചേർന്ന് നമുക്ക് സൂഹിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? It is contaminating our intelligence, it is contaminating our consciousness. ഇത്രയേ ഉള്ളൂ, സംഗതി ഇത്രയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ അവബോധം നഷ്ടപ്പെടും. നമ്മളെ നോക്കിയറിയാം, ഒരു സമയത്ത് നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ കുറെ ആൾക്കാരെ കുറെ കഴമ്പില്ലാത്ത കുറെ കാര്യങ്ങൾ സംസാരിച്ചു, കുറെ കേട്ടു, അത് കേട്ടു അത് വായിച്ചു. നമുക്ക് എന്തെങ്കിലും ഇതുണ്ടാവോ? കുറെ കഴിയുമ്പോൾ നമുക്ക് ഹരേ കൃഷ്ണ ജപിക്കുമ്പോൾ സുഖം കിട്ടുമോ? എന്തുകൊണ്ട് കിട്ടുന്നില്ല? കാരണം നമ്മൾ ആ കോണ്ടാമിനേഷൻ എത്തിക്കഴിഞ്ഞു. ഇവിടെ കോണ്ടാമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചുമ്മാ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഹരേ കൃഷ്ണ പറയാന്നല്ലാണ്ട് ഒരിക്കലും നമുക്ക് അതുമേ അറ്റാച്ച്മെന്റ് കിട്ടില്ല. കാരണം വി ആർ ഓൾറെഡി അറ്റാച്ച്. അസക്തി അവിടെ ശക്തി സംഘ. അപ്പൊ അവിടെ സംഘം ചെയ്തു, അവിടെ അസക്തി ഉണ്ടായിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഹരേ കൃഷ്ണ ജപിച്ചു കഴിഞ്ഞാൽ സുഖം കിട്ടുമോ? അതാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. അവിടെ ജ്ഞാനത്തിന്റെ പ്രസക്തി ഇല്ല. ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ആ നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഹൗ വി അണ്ടർസ്റ്റാൻഡിങ് ദിസ്. അല്ലാണ്ട് നമ്മൾ ഭഗവത്ഗീതയിലെ നമുക്ക് അഡ്വാൻസ് ആവില്ല, നമ്മുടെ ഇന്റലിജൻസ് വർക്ക് ചെയ്യരുത്. അപ്പൊ അതിന്റെ യഥാർത്ഥ അവസ്ഥ ആനന്ദമാണ്, ജീവാത്മാവിന്റെ ആനന്ദമാണെങ്കിൽ അതിനെപ്പോഴും പിറകെ പോകുന്നവർ. പക്ഷെ ഇവിടെ ഭൗതിക തലത്തിൽ നമുക്ക് ശരിയായിട്ടുള്ള ആനന്ദം ഇല്ല. കഠിനമായ പ്രയത്നം നടത്തും, പക്ഷെ കിട്ടുന്ന എന്താണ്? കടുകുമണി പോലെയുള്ള സുഖവും. അപ്പോ ഈ സുഖിക്കാൻ വേണ്ടിയിട്ടാണ് ജീവാത്മാവിന് പ്രകൃതി എന്താണ് ആദ്യം നൽകുന്നതാണ് ശരീരവും ഇന്ദ്രിയങ്ങളും, പിന്നെ ഭോഗങ്ങൾ. ഏതാ ഭോഗം? സുഖം ദുഃഖം എന്ന് പറയുന്ന ഡിഷസ് നമ്മൾ നല്ല ഉണ്ടാക്കി. അപ്പൊ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാവണം. പ്രകൃതിയിലെ ആദ്യം എന്താണ്? ഈ സുഖം ദുഃഖം എന്നുള്ള സാധനം ഉണ്ടാവണം. എന്നുവെച്ചാൽ വിഭവങ്ങൾ പറയാം, വിഭവങ്ങൾ. ഈ വിഭവങ്ങൾ എൻജോയ് ചെയ്യുന്നത് വേണം, ശരീരം വേണം, ഇന്ദ്രിയങ്ങൾ വേണം. അപ്പൊ ഇത് രണ്ടും ഒരുക്കി കൊടുക്കുന്ന പ്രകൃതിയാണ്. പക്ഷെ എൻജോയ് ചെയ്യുന്ന ആരാണ്? അത് എൻജോയ് ചെയ്യുന്ന, എക്സ്പീരിയൻസ് ചെയ്യുന്നത്, സുഖവും ദുഃഖവും അനുഭവിക്കുന്ന ആരാണ്?
ജീവാത്മാവ് അല്ലേ? അതുകൊണ്ടാണ് പുരുഷ സുഖദുഃഖാനാം ബോധൃത്തെ, സുഖദുഃഖാനാം ബോധൃത്തെ, സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആസ്വാദകൻ പുരുഷനായിട്ട്. ഓരോ ആൾക്കാർക്കും അത് എൻജോയ് ചെയ്യാനുള്ള കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് ഭഗവാൻ ഓരോരുത്തർക്ക് ശരീരവും അതിന് ഉതകുന്ന ശരീരവും ഇന്ദ്രിയങ്ങളും കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് രൂപങ്ങൾ നടത്തും. ഒരാൾക്ക് കുരങ്ങന്റെ രൂപം കിട്ടും, ചില ആൾക്കാർക്ക് കുറുക്കന്റെ രൂപം കിട്ടും, ചില ആൾക്കാർക്ക് ചില ജീവാത്മാക്കൾ, അങ്ങനെ പല രൂപം കിട്ടും. അപ്പൊ അതിൽ നിന്നുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം. നായയുടെ ശരീരത്തിൽ നിന്നിട്ട് പിന്നെ നമുക്ക് മനുഷ്യനെ പോലെ പെരുമാറാൻ പറ്റുമോ? പറ്റില്ല. നായയുടെ ശരീരം നമുക്ക് കിട്ടി, കാരണം നമ്മുടെ അനുസരിച്ചിട്ടുള്ള പ്രവൃത്തിയും ചെയ്തിട്ട് ഭഗവാൻ മനസ്സിലാക്കി, ശരി ഇയാൾക്ക് നല്ല ഉതകുന്ന ശരീരം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രകൃതിയുടെ ആ നിയമത്തെ നമുക്ക് ലംഘിക്കാൻ കഴിയില്ല എന്നർത്ഥം. നമ്മൾ ചെയ്ത കർമ്മം അനുസരിച്ച് നമുക്ക് ഒരു പ്രകൃതി നമുക്ക് കിട്ടുന്ന ആ ശരീരം പ്രകൃതി നിയമം അനുസരിച്ച് തന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ശരി പറഞ്ഞ നായയെ പോലെ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരും. പന്നിയെ പോലെയാണ് അതനുസരിച്ച് കഴിയേണ്ടത്. ദേവന്മാരുടെ ശരിയാണ് ദേവന്മാരുടെ. 23-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എന്താണ്? പ്രകൃതി പുരുഷസ്ഥോ ഭുങ്ക്തി പ്രകൃതിയെ ഗുണാൻ കാരണം ഗുണസംഗസ്യ സദസത് യോനിഷു. സദസ്സിന് ഉയർന്നതും താഴ്ന്നതായിട്ടുള്ള. പക്ഷെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം പറയുന്നത്, ജീവാത്മാവ് ഏത് അവസ്ഥയിൽ ഇരുന്നാലും ശരി അതിൻ്റെ ഒപ്പം പരമാത്മാവ് ഉണ്ടായിരിക്കും. അതിവിടെ ഗുണ ദ്വാസുപർണ സായുജ സഖായ. അത്രയും കരുണാവാനായിട്ടുള്ള ഭഗവാനാണ്. നമുക്ക് ഭഗവാനോടുള്ള അസൂയ കാരണം നമുക്ക് ഇവിടുന്ന് വരുന്ന എൻജോയ് ചെയ്യാം എന്ന് പറയുമ്പം, എന്നിട്ടും ഭഗവാൻ നമ്മുടെ ഒപ്പം തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മളോടൊക്കെ ആരെങ്കിലും ചെറുതായിട്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ നമുക്ക് കാണാൻ പോലും തോന്നില്ല. ശീല പ്രഭാത് പറയുന്നുണ്ട്, ഒരു മാതാജി കുറെ വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് തിരിച്ചു വേണം ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് മടുപ്പ്. ഞാൻ കുറെ കാലം ശീലപ്രഭാതം ഞാൻ നിന്ദിച്ചിട്ടുണ്ട്. ശീലപ്രഭാതം തിരിച്ചു ഒരു പ്രശ്നമുണ്ട്, യു ക്യാൻ ഇൻസൾട്ട് മീ മില്യൺ ടൈംസ്, നോ പ്രോബ്ലം. എത്ര വേണമെങ്കിൽ നിന്ദിച്ചു പ്രശ്നം, പക്ഷെ നിങ്ങൾക്ക് കൃഷ്ണാബോധം വിട്ടുപോകരുത്. യെസ്, അത് ശരിയാണ്. ഒരു ഗുരു എന്ന നിലയിൽ നമ്മൾ നിന്ദിച്ചായിരുന്നു, പക്ഷേ നമ്മുടെ ഗുരുവായിരിക്കുന്ന ആളെ പ്രഭാതനെ നിന്ദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശീലപാദം സമ്മതിക്കാതെ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇപ്പൊ ശീലാഭഗവാനെ നിന്ദിച്ചു, ശീലാപാദം ഒന്നും പറയില്ല. പക്ഷേ ഭക്തി സിദ്ധാന്ത സരസ്വതി നിന്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രഭാതം ഇതുപോലെയല്ല പറയാം, പിന്നെ ആൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല പറയും. ബട്ട് ജനറലി ഗുരു ആയാലും ശരി, ഭഗവാനായാലും ശരി, വളരെ കമ്പാഷനാണ്. ഭഗവാനാണെങ്കിൽ എപ്പോഴും കമ്പാഷനാണ്. ഇതിന് തുടക്കം എല്ലാം ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ജീവാത്മാവ് എത്ര പടുകുഴിയിൽ പെട്ടാലും ശരി, ഈ ജീവാത്മാവിന്റെ ഒപ്പം എപ്പോഴും പരമാത്മാവുണ്ട്. സൂതം സർവഭൂതാനാം. ആത്യന്തികമായിട്ടുള്ള ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും സുഹൃത്തായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. वैष्णवेभ्यो नमो नमः. आनंद बोले वैष्णव की जय, श्रीला प्रभुपाद की जय.